السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأتباعه إلى يوم الدين، وبعد. باب من أين تؤتى الجمعة وعلى من تجب. ഈ ഭാഗം മുതലാണ് നമുക്കിന്ന് സഹീൽ ബുഖാരിയിൽ ഓതാനുള്ളത്. മിൻ ഐന തൂത്തൽ ജുമാഅത്തു വഅല മൻ തജിബു. എവിടുന്നൊക്കെ ജുമയിലേക്ക് വരേണ്ടതുണ്ട്, ആർക്കൊക്കെയാണ് ജുമാ നിർബന്ധമാവുക. ലിഖൗലില്ലാഹി ജല്ല വഅസ്സ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ഇവിടെ നിസ്കാരത്തിന് ജുമാക്ക് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ എന്ന അംർ ആണല്ലോ, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. അപ്പോൾ ഈ ആയത്ത് കാരണത്താൽ ആർക്കൊക്കെയാണ് നിർബന്ധമാവുക, എവിടുന്നൊക്കെയാണ് ജുമയിലേക്ക് വരേണ്ടത്. വ്യാപകമായി ജുമ നടക്കുന്ന നമ്മുടെ ഈ സമയത്ത് ഒരു പക്ഷേ നമുക്ക് എവിടുന്നൊക്കെയാണ് ജുമയൊക്കെ വരേണ്ടത് എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ഒരു പശ്ചാത്തലത്തിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കുറേ ദൂരെയാണ് ജുമ നടക്കുന്ന സ്ഥലമുള്ളത്. അപ്പോൾ എത്ര ദൂരം അകലെ നിന്ന് ജുമയ്ക്ക് പോകേണ്ടതുണ്ട്. വഖാല അതാഉൻ റളിയല്ലാഹു അൻഹു إذا كنت في قرية جامعة فنودي بالصلاة من يوم الجمعة فحق عليك أن تشهدها سمعت النداء أو لم تسمعه. ഇവിടെ ഇദാ നൂദിയ ലിസ്സലാത്ത് എന്നായത്ത് പറഞ്ഞു. എന്നാൽ അത്താന്നവർ പറഞ്ഞത് ഖറിയ ജാമിയയിലാണെങ്കിൽ ഫനൂദിയ ബിസ്വല മിൻ യൗമിൽ ജുമുഅ എങ്കിൽ അവിടെ ബാങ്ക് നീ കേട്ടില്ല എന്നുള്ളതല്ല, ഹഖ്ഖുൻ അലൈക അൻ തഷ്ഹദഹ എന്നാണ് അത്തോ എന്നവർ പറയുന്നത്. وكان أنس رضي الله عنه في قصره أحيانا يجمع وأحيانا لا يجمع وهو بالزاوية على فرسخين. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഖാദിമു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയങ്ങളിൽ ബസറയിലാണല്ലോ താമസിച്ചിട്ടുള്ളത്. പ്രവാചകർക്ക് ശേഷം മദീനയിൽ തന്നെയായിരുന്നു. കുറേ ഫുതൂഹുകളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് ബസറയിലാണ് താമസാക്കിയിട്ടുള്ളത്. അവിടെ വെച്ചാണ് വഫാത്താകുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് എന്നവർക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. മുസ്ലിം എന്നവർ അവരോട് റസൂലുള്ളാഹിനോട് ഉദുല്ലാഹി അനസ് എന്ന് പറഞ്ഞ സമയത്ത് അല്ലാഹുമ്മ അക്സിർ മാലഹു വലദഹു ബാരിക് ലഹു ഫീ എന്നൊക്കെ പ്രവാചകർ ദുആ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അനസ് എന്നവർക്ക് ധാരാളം സമ്പത്തും ധാരാളം മക്കളും ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമല്ലോ തീർച്ചയായിട്ടും. وكان أنس رضي الله عنه في قصره أحيانا يجمع وأحيانا لا يجمع وهو بالزاوية على فرسخين. ബസറയിൽ നിന്ന് 2 ഫർസഖ് അകലെയാണ് സാവിയ. ഈ സാവിയ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ബഹുമാനപ്പെട്ട അനസ് എന്നവരുടെ ഖസറുള്ളത്. അപ്പോൾ 2 ഫർസഖ് അകലെയാണ്. ജുമാക്ക് 2 ഫർസഖ് അകലെ ബസറയിലേക്ക് പോകേണ്ടതുണ്ട്. ഈ ഖസറിലാകുന്ന സമയത്ത് അഹ്യാന യുജമ്മിഉ അഹ്യാന ലാ യുജമ്മി. ചില സമയത്ത് ജുമ നിസ്കരിക്കാറുണ്ടായിരുന്നു, ചില സമയത്ത് ജുമയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല എന്ന്. ഇങ്ങനെ 2 താരീഖുകളാണ് തർജുമയുടെ കൂടെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ആയത്തിൻ്റെ കൂടെ. ഇവിടെ വന്നിട്ടുള്ള അത്തോ എന്നവരുടെ ഈ അസർ സനദോടു കൂടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അവിടെ അത്തോ എന്നവരിൽ നിന്ന് ഇത് കേട്ടിട്ടുള്ള ഇബ്നു ജുറൈജ് എന്നവർ ഇങ്ങനെ പറയുന്നുണ്ട്: ഖുൽതു ലി അത്തോ മൽ ഖറിയത്തുൽ ജാമിയ. ഇവിടെ അത്തോ എന്നവർ ഖറിയ ജാമിയനെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതെന്താണ് എന്ന് ഞാൻ ചോദിച്ചു എന്ന്. ഇദാ കുന്ത ഫി ഖറിയത്തിൻ ജാമിയ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചു. ഖാല ദാത്തുൽ ജമാഅത്തി വൽ അമീരി വൽ ഖാദി വദ്ദുവലിൽ മുജ്തമിഅ അല്ലാഖിദു ബഅദുഹ ബിബഅദിൻ എന്നാണ് അതിന് മറുപടി പറഞ്ഞത്. അപ്പോൾ സ്വന്തമായിട്ട് ഭരണ കാര്യങ്ങളൊക്കെ ഉള്ള ഖറിയ, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇങ്ങനെ താലീഖുകൾ കൊണ്ടുവരുമ്പോൾ വേറെ കുറേ ഹദീസിലേക്കും ഈ താലീഖ് തന്നെ സനദോട് കൂടെ വന്ന അതിലേക്കുമൊക്കെ സൂചനയായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അങ്ങനെ താലീഖുകൾ പറയുക. ഇന്നമൽ ജുമാഅത്തു അലാ മൻ സമിഅ നിദാ എന്ന് ഹദീസുണ്ട്. അബൂദാവൂദിൽ ഹദീസുണ്ട്, ഇന്നമൽ ജുമാഅത്തു അലാ മൻ സമിഅ നിദാ. ഷുറാഹ് ഈ ഹദീസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ജമാഅത്തിൻ്റെ വിഷയത്തിൽ, ജമാഅത്തിന് പങ്കെടുക്കുന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മക്തൂം എന്നവരോട് റളിയല്ലാഹു അൻഹു പ്രവാചകർ അതസ്മഉ നിദാ
ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നാം എന്ന് പറഞ്ഞപ്പോൾ ഫാജിബ്. അപ്പോൾ അവിടെ ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ വരണം എന്ന് വരുന്നുണ്ട്. ജമാഅത്തും ജുമയൊക്കെ അത്തരം വിഷയങ്ങളിൽ ഒന്ന് ഫർദ് ഐനാണ്, മറ്റൊന്ന് സുന്നത്ത് മുഅക്കദത്താണ്. എങ്ങനെയാണെങ്കിലും ഈ ഉദറുകളുടെ വിഷയത്തിലൊക്കെ ഒരേപോലെ തന്നെയാണല്ലോ ജമാഅത്തിൻ്റെ ഉദറുകൾ. അതിൽ നിന്ന് ജുമായുടെ സമയത്തുണ്ടാക്കാൻ സാധ്യതയുള്ളതൊക്കെ ജുമാൻ്റെ വിഷയത്തിലും പരിഗണിക്കപ്പെടും. അപ്പോൾ ഇവിടെ തസ്മഉൻ നിദാ എന്ന് റസൂൽ നേരെ ചോദിച്ചു, ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന്. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഈ താലിഖുകൾ സമഅത നിദാ ഔ ലം തസ്മ എന്നാണ് അത്തോ എന്നവരുടെ അഭിപ്രായമായിട്ട്, അത്തോ എന്നവർ പറഞ്ഞ വാക്കായിട്ട് ആ അസർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, സമഅത നിദാ ഔ ലം തസ്മ. അപ്പോൾ ഇത് ഒക്കെ എവിടേക്കൊക്കെയാണ് ഓരോന്ന് വെക്കേണ്ടത്, അവിടേക്ക് വെക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ താലിഖുകൾ ബാബിൽ കൊണ്ടുവരുന്നത്. നടക്കുന്ന പ്രദേശത്തുള്ള ആൾ ബാങ്ക് കേട്ടോളണമെന്നില്ല. എന്നാൽ ആ പ്രദേശത്തല്ല, അതിൻ്റെ പുറത്ത് താമസിക്കുന്ന ആളാണ്, അയാൾ ഇങ്ങോട്ട് വരൽ നിർബന്ധമാണോ എന്നുള്ളിടത്ത് ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ, കേൾക്കുമെങ്കിൽ എന്നർത്ഥം. കേൾക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ശാന്തമായ അന്തരീക്ഷം, കേൾക്കാൻ പറ്റുന്ന സാഹചര്യം ഒക്കെ ഉണ്ട്. ബാങ്ക് കൊടുക്കുന്ന ആൾ നല്ല സൗണ്ടിലും കൊടുക്കുകയാണെങ്കിൽ അത് കേൾക്കുമെങ്കിൽ, ആ ഒരു അകലം ആണെങ്കിൽ പങ്കെടുക്കണം എന്ന് വരും. അയാൾക്ക് ജുമാ നിർബന്ധമാണ് എന്ന്. വിഷയങ്ങളിലേക്കെല്ലാം സൂചനയായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ലാ തർജുമ കൊണ്ടുവന്നത്. ഫിഖ്ഹുൽ ബുഖാരി ഫി തറാജുമിഹി. അനസ് എന്നവരുടെ അസറിൽ ഇവിടെ വന്നത് സാവിയത്തുള്ള തൻ്റെ ഖസ്റിലാകുമ്പോൾ അഹ്യാനൻ യുജമ്മിഉ വ അഹ്യാനൻ ലാ യുജമ്മിഉ എന്നാണ്. എന്നാൽ ബഹുമാനപ്പെട്ട അനസ് എന്നവരെ സംബന്ധിച്ച് തന്നെ സാബിത്ത് എന്നവരുടെ ഹദീസിൽ അൻ സാബിത്തിൻ ഖാല കാന അനസുൻ യകൂനു ഫി അർദിഹി വബൈനഹു വബൈനൽ ബസ്റതി സലാസത്തു അംയാൽ. ആ ബസ്റിൻ്റെ അടുത്തുള്ള തൻ്റെ ഭൂമിയിൽ 3 മൈൽ അകലെ ബസ്റയിൽ നിന്ന് ഫയഷ്ഹദുൽ ജുമാഅത്ത ബിൽ ബസ്റ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നത് അവിടെ ആകുമ്പോൾ സ്ഥിരമായി ജുമയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നാണ് ബസ്റയിൽ പോയിട്ട്. ഈ 2 ഹദീസുകൾ, ഈ 2 അസറുകൾ തമ്മിൽ വൈരുദ്ധ്യമില്ല. ഒന്ന് പറയുന്നത് തൻ്റെ ഭൂമിയെ സംബന്ധിച്ചാണ്, ബസ്റയിൽ നിന്ന് 3 മൈൽ മാത്രമാണ് അകലുള്ളത്, 1 ഫർസഖ് ആവുള്ളത്. നേരത്തെ പറഞ്ഞത് തൻ്റെ ഖസ്ർ, സാവിയയിലുള്ള ഖസ്റിനെ സംബന്ധിച്ചാണ്, അത് ബസ്റയിൽ നിന്ന് 2 ഫർസഖ് അകലെയാണ്. അപ്പോൾ 1 ഫർസഖ് ഒക്കെയാണ് ബസ്റയിൽ നിന്ന് ഈ ജുമ നടക്കുന്ന പ്രദേശത്ത് നിന്ന് അകലെങ്കിൽ പങ്കെടുക്കൽ നിർബന്ധമാണ് എന്നായിരിക്കാം ബഹുമാനപ്പെട്ട അനസ് എന്നവരുടെ നിലപാട്. ഒന്നിലധികം 2 ഫർസഖ് ഉണ്ടെങ്കിൽ അവിടെ ജുമ എടുക്കില്ലല്ലോ. ജുമ ലഭിക്കണമെങ്കിൽ 2 ഫർസഖ് അപ്പുറത്തേക്ക് ജുമ നടക്കുന്ന പ്രദേശത്തേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ പോകൽ നിർബന്ധമില്ല എന്നാണ് അനസ് എന്നവരുടെ നിലപാട് എന്ന് വരും ഈ അസറുകളിൽ നിന്ന്. തമ്മിൽ വൈരുദ്ധ്യമല്ല എന്നർത്ഥം. 2 അസറും അനസ് എന്നവരെ സംബന്ധിച്ച് വന്നിട്ടുള്ള 2 കാര്യങ്ങളും, 2 അസറും രണ്ടും 2 വിഷയമാണ്. ഒന്ന് തൻ്റെ ഭൂമിയെ സംബന്ധിച്ചാണ്, അത് ബസ്റയിൽ നിന്ന് 1 ഫർസഖ് മാത്രമാണ് അകലം, 3 മൈൽ. മറ്റേ തൻ്റെ ഖസ്റിനെ സംബന്ധിച്ചാണ്, അത് സാവിയയിലാണ്, അത് ബസ്റയിൽ നിന്ന് 2 ഫർസഖ് അകലെയാണ്. قال الإمام البخاري رحمه الله حدثنا أحمد بن صالح قال حدثنا عبد الله بن وهب قال أخبرني عمرو بن الحارث عن عبيد الله بن أبي جعفر أن محمد بن جعفر بن الزبير حدثه عن عروة بن الزبير عن عائشة زوج النبي صلى الله عليه وسلم رضي الله عنها وعنهم جميعا قالت كان الناس ينتابون يوم الجمعة من منازلهم والعوالي. ജുമഅക്ക് നൗബത്തായിട്ട് പോവുക, അവർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന്, മിൻ മനാസിലിഹിം വൽ അവാലി, മദീനയുടെ പരിസരത്തുള്ള നജ്ദിൻ്റെ ഭാഗത്തുള്ള ആ പ്രദേശങ്ങളാണ്, മദീനൻ്റെ അടുത്തുള്ള ആ പ്രദേശങ്ങളാണ് അവാലി. അവിടെ താമസിക്കുന്ന ആളുകൾ താമസിക്കുന്ന ഏരിയയാണ്. ഈ അവാലി എന്നതിനെ ശുറാഹ് പരിചയപ്പെടുത്തുന്നത് ഇബാറത്തുൻ അനിൽ ഖുറൽ മുജ്തമിഅ ഹൗലൽ മദീന മിൻ ജിഹത്തി നജ്ദ് എന്നാണ്. അവാലിയിൽ നിന്നും അവർ താമസിക്കുന്ന പ്രദേശങ്ങൾ, അകലെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ അവർ ജുമഅക്ക് നൗബത്തായിട്ടാണ് വന്നിരുന്നത്. എല്ലാവരും ഒരേ സമയത്ത് പങ്കെടുക്കില്ലായിരുന്നു. നൗബത്തായിട്ട് ഒരാൾ ഒരു ദിവസം പോയാൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരുന്നു അവർ ജുമഅക്ക് വന്നിരുന്നത്. കാരണം ആ ഭാഗത്തിൻ്റെ സുരക്ഷിതത്വമൊക്കെ വിഷയമാണല്ലോ.
ഫയഅ്തൂന ഫിൽ ഉബാർ യുസീബുഹുമുൽ ഉബാർ വൽ അറഖ്. അവർ വരുമ്പോൾ പൊടിയും വിയർപ്പുമൊക്കെ ഉണ്ടാവും. ഈ ഫയഅ്തൂന ഫിൽ ഉബാർ എന്ന് വന്നിടത്ത് ഫിൽ അബാ എന്ന് റിവായത്തുണ്ട്. അവർ രോമവസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ടാണ് വരിക എന്ന്. യുസീബുഹുമുൽ ഉബാർ വൽ അറഖ്, വഴിയിൽ വെച്ച് പൊടിയും വിയർപ്പൊക്കെ ആകും. ഫയഖ്റുജു മിൻഹുമുൽ അറഖ് ഫാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻസാൻ മിൻഹും, അവരിൽപ്പെട്ട ഒരാൾ പ്രവാചകരുടെ അടുത്തേക്ക് വന്നു. വഹുവ ഇൻദി, പ്രവാചകർ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തുള്ള സമയത്താണ് വന്നത്. അപ്പോൾ ഒരു ഗന്ധമുണ്ടാകും, സ്വാഭാവികമാണ്. തോൽ വസ്ത്രാവുക, ആകെ പ്രയാസപ്പെട്ട് നടന്ന് വയർത്ത് പൊടിയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്നകും തതഹർതും ലിയൗമികും ഹാദാ, ഈ ദിവസത്തിന് വേണ്ടി ഒന്ന് നിങ്ങൾ തതഹർതും, കുളിച്ചിരുന്നെങ്കിൽ, ശുദ്ധിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അബാ എന്ന് പറഞ്ഞാൽ മേലെ ധരിക്കുന്ന വസ്ത്രമാണ്. അത് മിക്കവാറൊക്കെ തോൽ വസ്ത്രം, രോമവസ്ത്രമൊക്കെ ആയിരിക്കും ആ സമയത്തുണ്ടാവുക. അതിൽക്ക് വേർപ്പും പൊടിയൊക്കെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധം. വേറെ ചില ഹദീസുകളിൽ സ്വഹാബത്ത് പറയുന്നുണ്ട്, പ്രവാചകരെ കാലത്ത് മഴ ഒക്കെ പെയ്ത് നനയാണെങ്കിൽ ഞങ്ങളെയൊക്കെ ആടിനെ വാസനിക്കുമായിരുന്നു എന്ന് അർത്ഥം വരുന്ന വാക്കുകൾ സ്വഹാബത്ത് പറഞ്ഞത് കാണാം. പൊതുവെ ആ കാലത്ത് രോമവസ്ത്രം, അതേപോലെ തോല് കൊണ്ടുള്ള സാധനങ്ങൾ ഒക്കെ ഉപയോഗിച്ചിരുന്നു. മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളല്ല ഇവിടെ ലൗ അന്നകും തതഹർതും എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അതിലേക്ക് വിയർപ്പും പൊടിയൊക്കെ കൂടുമ്പോൾ ഉണ്ടാകുന്ന വാസന. അപ്പോൾ ഒന്ന് വൃത്തിയായി വരികയാണെങ്കിൽ അതിൻ്റെ ശക്തി കുറക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഹദീസ്, ഇതിൻ്റെ മറ്റൊരു റിവായത്തിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഇമാം നവവി റഹിമഹുല്ലാ ഷറഹ് മുസ്ലിമിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഫീഹി അന്നഹു യുൻദബു ലിമൻ അറാദൽ മസ്ജിദ ഔ മുജാലസത്തൻ നാസ് അൻ യജ്തനിബ റിഹൽ കരിഹ ഫീ ബദനിഹി വസൗബിഹി. ഇങ്ങനെ പള്ളിക്ക് വരാൻ ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ ആളുകളോട് കൂടിയിരിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾ ദൂരെ നിന്ന് നടന്നു വരുമ്പോൾ അവരൊക്കെ ഒരുങ്ങി കുളിച്ചൊക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമല്ലോ. അവർക്കാണ് പ്രവാചകരുടെ സൂചന ഉള്ളത്. എന്തായാലും അത് പരിഗണിക്കേണ്ട കാര്യമാണ്, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക എന്നുള്ളത്. ഇവിടെ നമ്മുടെ ബാബുമായിട്ടുള്ള ബന്ധം, ഇതിൽ യൻതാബൂൻ യൗമൽ ജുമാ കാനന്നാസ് യൻതാബൂൻ യൗമൽ ജുമാ മിൻ മനാസിലിഹിം വലവാലി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നൊക്കെ വരാറുണ്ടായിരുന്നു. ബാങ്ക് ഇടയ്ക്കൊക്കെ കേൾക്കും, അവിടെ നിന്നൊക്കെ വരൽ നിർബന്ധമാവും. അതിൻ്റെ അപ്പുറമുള്ള ആളുകൾക്ക് നിങ്ങൾ ജുമാ നടക്കുന്നിടത്തേക്ക് വന്നാൽ വളരെ നല്ലത്. എന്ന ഒരു പ്രദേശത്ത് 40 ആൾക്കാരുണ്ട്, ജുമാ നടത്താൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ ജുമാ നടത്തൽ നിർബന്ധമാണ്. ആ പ്രദേശത്ത് ജുമാ നടത്താതെ ഒഴിവാക്കാൻ പറ്റില്ല. ബാബു വക്തുൽ ജുമാഅത്തി ഇദാ സാലത്തി ഷംസ്, വക്തുൽ ജുമാഅത്തി ഇദാ സാലത്തി ഷംസ് എന്നെ സംബന്ധിച്ച് പറയുന്ന ബാബ്, അത് സംബന്ധിച്ചുള്ള ഹദീസ് പറയുന്ന ബാബ്. ജുമാൻ്റെ സമയം അപ്പോൾ ളുഹറിൻ്റെ സമയം തന്നെയാണെന്ന് വരിക. ഇത് പ്രകാരം വിഷയത്തിൽ ഖിലാഫ് ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ടൈറ്റിൽ കൊണ്ടുവരുന്നത്. പക്ഷേ വിഷയത്തിൽ തീരുമാനം പറഞ്ഞുകൊണ്ടാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ടൈറ്റിൽ ഇട്ടത്. സവാല് ഷംസ് ഉണ്ടായാലാണ് ജുമാൻ്റെ സമയം കടക്കുക. വകദാലിക യുർവ അൻ ഉമറ വഅലിയ്യൻ വന്നുഅമാൻ ബിൻ ബശീർ വഅംർ ബിൻ ഹുറൈസിൻ റളിയല്ലാഹു അൻഹും. ഇത് അഭിപ്രായം ഈ പറഞ്ഞ പ്രമുഖരായ സ്വഹാബിമാർക്കൊക്കെ ഉണ്ട് എന്ന്, അവരുടെയൊക്കെ അഭിപ്രായം അതാണ്. അത് ആ വിഷയത്തിൽ വന്ന അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് സൂചന നൽകിക്കൊണ്ടും അതിൽ സ്വഹീഹായത് അവരെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവരുടെ അഭിപ്രായം ഇദാ സാലത്തി ഷംസ് എന്നതാണ് എന്നാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറയുന്നത്. ഈ ഹദീസിൻ്റെ ഷുറാഹ് ഈ പ്രത്യാസങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു സീദാൻ എന്നവർ ഷഹിത്തുൽ ജുമാഅത മഅ അബീ ബക്കർ ഫകാനത് സ്വലാത്തുഹു വഖുത്ബത്തുഹു ഖബ്ല നിസ്ഫിൻ നഹാർ വഷഹിത്തുഹാ മഅ ഉമറ റളിയല്ലാഹു അൻഹു ഫകാനത് സ്വലാത്തുഹു വഖുത്ബത്തുഹു ഇലാ അൻ നഖൂല ഖദ് ഇൻതസഫൻ നഹാർ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു സീദാൻ എന്നവർ താബിഈയാണ്. എന്നാൽ അതിലേറെ അഖ്വയായ സനദിൽ സഹീഹായി വന്നിട്ടുള്ളത് അവരൊക്കെ നിസ്കരിച്ചത് ജുമാ നിസ്കരിച്ചത് സവാലു ഷംസിന് ശേഷമാണ് എന്നറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അത് കൃത്യാക്കാൻ വേണ്ടി അങ്ങനെ തർജ്ജമയുടെ കൂടെ താലെ കൊണ്ടുവന്നു.
ഇവിടെ ഈ അബ്ദുല്ലാഹിബ്നു സീദാൻ എന്നവർ ഗൈറു മഅറൂഫിൽ അദാല എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അതിലേറെ അഖ്വയായ സനദിൽ വേറെ ഹദീസ് വരുമ്പോൾ അവരുടെ നിലപാട് ഉമർ എന്നവരുടെ, അലി എന്നവരുടെയും ഉമർ എന്നവരുടെയും സിദ്ദീഖ് എന്നവരുടെയൊക്കെ നിലപാട് അറിയിക്കുന്ന ഹദീസ് കണ്ടാകുമ്പോൾ ആ അഖ്വയായ സനദിൽ വന്നതാണല്ലോ സ്വീകരിക്കുക. ബൽ ആറലഹു മാഹു അഖ്വ മിൻഹു എന്ന് ഫത്ഹുൽ ബാരി പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് എന്നവരുടെ ഹദീസ് കാണാം, ഫലമ്മക്കാന യൗമുൽ ജുമുഅ വസാലത്തി ഷംസ് ഖറജ ഉമറു ഫജലസ അലൽ മിമ്പർ എന്ന്. ഇവിടെ വസാലത്തി ഷംസ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അലി എന്നവരെ സംബന്ധിച്ച് മിൻ ത്വരീഖ് അബി ഇസ്ഹാഖ് അന്നഹു സ്വല്ല ഖൽഫ അലി, അബു ഇസ്ഹാഖ് എന്നവർ സ്വല്ല ഖൽഫ അലി അൽ ജുമുഅത ബഅദ മസാലത്തി ഷംസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ സൂചനയായിട്ട് ആ വിഷയത്തിൽ വേറെ റിവായത്തുകളുണ്ട്. ആ റിവായത്ത് അല്ല സ്വീകരിക്കേണ്ടത്, അഖ്വയ റിവായത്ത് അവരൊക്കെ ജുമ നിസ്കരിച്ച സവാലിൻ്റെ ശേഷമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് തർജുമയുടെ കൂടെ അങ്ങനെ തയ്ല കൊണ്ടുവന്നത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ കൂടെ ദുഹ സമയത്ത് നിസ്കരിച്ചു എന്ന് അബ്ദുല്ലാഹിബ്നു സലിമ എന്നവർ പറയുന്നുണ്ട്. സൊല്ല ബിൻ അബ്ദുല്ല എന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് അൽ ജുമഅത്ത് ളുഹൻ എന്ന്. വഖാല ഖശീതു അലൈക്കും അൽ ഹർ, ചൂട് ഭയന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ നിസ്കരിച്ചെന്ന് പറഞ്ഞു എന്നു. വേറെ ഹദീസിൽ മുആവിയ എന്നവർ ളുഹ സമയത്ത് നിസ്കരിച്ചു ജുമഅ എന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വന്നിട്ടുള്ള വഴി, അതിൻ്റെയൊക്കെ സനത് നോക്കുമ്പോൾ ഇതല്ല സ്വീകരിക്കേണ്ടത്. അതിലേറെ അഖ്വയായ രീതിയിൽ ജുമയുടെ സമയം സവാലു ഷംസോട് കൂടെ തുടങ്ങുള്ളൂ, സവാലു ഷംസോട് കൂടെയാണ് തുടങ്ങുന്നത് എന്നറിയിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് ആ വിഷയത്തിലെ ശരിയ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തർജ്ജമയിട്ടിട്ടുള്ളത്. حدثنا عبدان قال أخبرنا عبد الله قال أخبرنا يحيى بن سعيد رضي الله عنه أنه سأل عمرة عن العسل. عمرة بنت عبد الرحمن بن سعد അൻസാരിയത്താണ്, മദനിയത്താണ്. യഹ്യ ബിൻ സഈദ് എന്ന് പറയാം أنه سأل عمرة عن العسل أنه سأل عمرة عن العسل يوم الجمعة قالت عائشة رضي الله عنها كان الناس مهنة أنفسهم വക്കാനു ഇദാ റാഹു ഇല ജുമാഅത്തി റാഹു ഫി ഹൈഅത്തിഹിം. ആൾക്കാർക്കൊക്കെ അവരുടെ ജോലികളുണ്ടായിരുന്നു. കാനന്നാസു മഹനത്ത് അൻഫുസിഹിം, അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തിരുന്നത്. വക്കാനു ഇദാ റാഹു ഇല ജുമാഅത്തി റാഹു ഫി ഹൈഅത്തിഹിം, അങ്ങനെ ജുമാഅക്ക് അവർ പോകുമ്പോൾ ആ കോലത്തിൽ തന്നെ അവർ പോകും. ഫഖീല ലഹും ലവിയാത്ത സൽത്തും എന്ന് നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെയാണത്. അതിൻ്റെ മറ്റേ ലഫ്ള് ലവിയാത്ത സൽത്തും എന്ന് റസൂൽ അവരോട് പറഞ്ഞു. ഇവിടെ പോയി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഇദാ റാഹു എന്ന് ഉള്ള പദപ്രയോഗം റാഹാന്ന് പൊതുവെ സവാലിന് ശേഷമാകുമ്പോഴാണ് പറയുക. എന്നാൽ അത് ദഹാബ് പോവുക എന്ന അർത്ഥത്തിന് മുത്തലക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഈ ഹദീസ് തന്നെയാണല്ലോ നേരത്തെ വന്നത്. അതിൽ നിന്ന് അറക്കൊക്കെ വരും, മുബാറൊക്കെ ഉണ്ടാവും വഴിയിൽ, അതൊക്കെ ആകുമെന്ന്. അങ്ങനെയൊക്കെ ഉണ്ടാവുക പൊതുവെ ഉച്ചൻ്റെ ശേഷമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെ വെച്ച് ഇവിടെ ഇദാ റാഹു ഇലൽ ജുമുഅ എന്ന് പറഞ്ഞാൽ ഉച്ചൻ്റെ ശേഷം പോവുക എന്ന രീതിയിലാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇതിൽ നിന്ന് ഈ വിഷയം പിടിക്കുന്നത്. സവാല് ഷംസോട് കൂടെയാണ് ജുമാൻ്റെ സമയം തുടങ്ങുന്നത്. അതിൻ്റെ ശേഷമാണ് ഇവരൊക്കെ ജുമയ്ക്ക് പോയിരുന്നത് എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ആ ഒരു രീതിയിൽ ഇതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് സവാലിൻ്റെ ശേഷമാണ് എന്ന് ഈ രീതിയിലാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ ഈ ബാബിൽ കൊണ്ടുവരുന്നത്. حدثنا سريج بن النعمان قال حدثنا فليح بن سليمان عن عثمان بن عبد الرحمن بن عثمان التيمي عن أنس بن مالك رضي الله عنه أن النبي صلى الله عليه وسلم كان يصلي الجمعة حين تميل الشمس. ഇന്ന് സ്വഹീഹായ ഹദീസിൽ അനസ് എന്നവർ റസൂലുള്ളാഹി നിസ്കാരമൊക്കെ ഹീന തമീലു ഷംസ് ആയിരുന്നു ജുമാ നിസ്കാരം. അപ്പോൾ സവാലു ഷംസിന് ശേഷമായിരുന്നു എന്ന്. ഇവിടെ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി, പതിവായിട്ട് അങ്ങനെയാണ്, സവാലിന് ശേഷം ഉണ്ടായിട്ടുള്ളൂ. حدثنا عبدان قال أخبرنا عبد الله قال أخبرنا حميد عن أنس رضي الله عنه وعنهم جميعا قال كنا نبكر بالجمعة ونقيل بعد الجمعة എന്ന്. അപ്പോൾ ഈ രണ്ട് ഹദീസ് ഒന്നിച്ച് വെച്ചു. രണ്ടും വൈരുദ്ധ്യമല്ല, ഒന്ന് തന്നെയാണ് ഈ പറയണത് എന്നറിയിക്കാൻ വേണ്ടി. കുന്നാൻ ഉബക്കിറു ബിൽ ജുമാ എന്ന് പറഞ്ഞാൽ നേരത്തെ ജുമ നിസ്കരിക്കും എന്ന് പറഞ്ഞാൽ സവാൽ ഷംസിന് ശേഷം നേരത്തെ നിസ്കരിക്കും. പിന്നെ ഇബ്രാദ് ഉണ്ടാവാറില്ല, നേരത്തെ നിസ്കരിക്കും. നഖീലു ബഅദൽ ജുമാ, ഖൈലുലത്ത് ജുമാൻ്റെ ശേഷം വെള്ളിയാഴ്ച ചെയ്യാറുള്ളത്.
അപ്പോൾ സവാലിൻ്റെ ശേഷം തന്നെയാണ് അവർ നിസ്കരിച്ചിരുന്നത്. ഇങ്ങനെ സവാലിൻ്റെ മുമ്പ് നിസ്കരിച്ചിരുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള ഹദീസുകൾ മറ്റ് റിവായത്തുകൾ പരിശോധിക്കുമ്പോൾ സവാലിൻ്റെ ശേഷം തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു എന്ന് പറയാൻ ഈ ഹദീസുകൾ ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞു. ബാബുൻ ഇദഷ്തദ്ദൽ ഹർറു യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ശക്തിയായ ചൂടുണ്ടെങ്കിൽ ളുഹുർ ഇബ്രാദ് ചെയ്യുമല്ലോ, അതേപോലെ ജുമുഅ ഇബ്രാദ് ചെയ്യുമോ? ഇവിടെ ജവാബ് പറയാതെ ഷർത്തേ പറഞ്ഞിട്ടുള്ളൂ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. പക്ഷേ ഈ ബാബിനെ കൊണ്ടുവന്നത് നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ തുടർച്ചയായിട്ടാണ്. നേരത്തെ ബാബിൽ അവസാനമായി പറഞ്ഞത് അനസ്നയുടെ വാക്കാണ്, കുന്നാൻ ഉബക്കിറുൽ ബിൽ ജുമുഅ, കുന്നാൻ ഉബക്കിറു ബിൽ ജുമുഅ വനഖിലു ബഅദൽ ജുമുഅ. ഇവിടെ തണുപ്പുള്ള സമയം ചൂടുള്ള സമയമൊന്നും വേർതിരിക്കാതെ ജുമുഅ നേരത്തെയാണ് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇബ്രാദ് ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് വന്നു. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഹദീസ് ഒന്നും കൂടെ കൊണ്ടുവരിക, അത് സംബന്ധിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലെത്തുന്ന രീതിയിൽ ഹദീസുകളെ കൊണ്ടുവരിക. ഇതാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ചെയ്യുന്നത്. حدثنا محمد بن أبي بكر المقدمي قال حدثنا هرمي بن عمارة قال حدثنا أبو خلدة هو خالد بن دينار. أبو خلدة النور هو خالد بن دينار قال سمعت أنس بن مالك رضي الله عنهم جميعا يقول كان النبي صلى الله عليه وسلم إذا اشتد البر بكر بالصلاة. തണുപ്പാണെങ്കിൽ ബക്കറ ബിസ്വല നേരത്തെ സ്കരിക്കും. വൈദസ്തദ്ദൽ ഹറു അബ്റദ ബിസ്വല എന്ന്. യാനിൽ ജുമുഅയെ അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ വരിക ജുമുഅയെ അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ജുമുഅയും ഇബ്രാദ് ചെയ്തിരുന്നു എന്ന് വരും. നേരത്തെ ഹദീസിലോ കുന്നാൻ ഉബക്കിറു ബിൽ ജുമുഅ എന്നാണ് അനസ് പറഞ്ഞത്. അത് പിന്നെ ഹറിൻ്റെ സമയത്ത് ബർദിൻ്റെ സമയത്തൊന്നും വ്യത്യാസമില്ലാതെ. അപ്പോൾ എന്താണ് ഈ വന്നത്? ഈ യാനിൽ ജുമുഅ എന്നുള്ളത് അത് ബഹുമാനപ്പെട്ട അനസ് എന്നവരുടെ വാക്കിൽ നിന്ന് റാവി മനസ്സിലാക്കിയത് റാവി പറഞ്ഞതാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ നേരത്തെ ഹദീസും അതിനെ തുടർന്ന് ഈ ബാബും ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കൊണ്ടുവന്നത്. ഇനി അതിന് ശേഷം വരുന്ന താരിഖുകൾ നോക്കി. വഖാല യൂനുസ് ബിനു ബുക്കൈറിൻ അഖ്ബറന അബൂ ഖൽദത ഫഖാല ബിസ്വലാ വലം യദ്കുരിൽ ജുമുഅ. യാനിൽ ജുമുഅ അല്ല, എത്രയേ ഉള്ളൂ, അബ്റദ ബിസ്വലാ എന്നേ പറഞ്ഞിട്ടുള്ളൂ അനസ് എന്നവർ. വഖാല ബിശ്ർ ബിനു സാബിത് ഹദ്ദസന അബൂ ഖൽദത قال صلى بنا أمير الجمعة صلى بنا أمير الجمعة ثم قال لأنس رضي الله عنه كيف كان النبي صلى الله عليه وسلم يصلي الظهر. ഇവിടെ ജുമുഅ നിസ്കരിച്ച ശേഷം ളുഹുർ എങ്ങനെയായിരുന്നു നിസ്കരിച്ചിരുന്നത് എന്ന ചോദ്യം, ആ ചോദ്യത്തിനാണ് മറുപടി എന്നുള്ളത്. ബാബുൽ മശി ഇലൽ ജുമുഅ, നടന്നു പോവുക ജുമുഅയിലേക്ക്. വഖൗലില്ലാഹി ജല്ല ദിക്റുഹു ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്നല്ലാഹുവിൻ്റെ കൗലും. ജുമുഅക്ക് പോകേണ്ടത് നടന്നിട്ടാണ്, ഓടിയിട്ടല്ല എന്ന അള്ളാഹിൻ്റെ കൗല് ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. അപ്പോൾ ഇതെല്ലാം പറയുന്ന ബാബ്, ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പറയുന്ന ബാബ്. വമൻ ഖാല അസ്സഅയു അൽ അമൽ വദഹാബ്, അങ്ങനെ പറയുന്ന ആളുകളുടെ നിലപാടും കൊണ്ടുവരുന്ന ബാബ്. സായി എന്ന് പറഞ്ഞാൽ ഇവിടെ ആയത്തിൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് അടുത്ത് സായി അമൽ ദഹാബ് പോവുക എന്നാണ്, ഓടലല്ല. അപ്പോൾ അവിടെ മഷിയാണ് വേണ്ടത് എന്നതിന് ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്ന് ജുമുഅയെ സംബന്ധിച്ച് പറഞ്ഞാൽ എതിരാവില്ല. ഇവിടെ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്ന് പറഞ്ഞാൽ വേഗം പള്ളിയിലേക്ക് പോകണം, ജുമുഅയിലേക്ക് പോകണം എന്നാണ്, അല്ലാതെ ഓടണമെന്നല്ല. ലിഖൗലിഹി തആല വസഅ ലഹാ സഅയഹ എന്ന ആയത്തുണ്ടായത് കൊണ്ടാണ് ഈ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്നുള്ളിടത്തും സായി അമൽ ആണ് ദഹാബ് ആണ് എന്ന് പറഞ്ഞത്. അവരുടെ ഹദീസുകൾ പറയുന്ന ബാബ്. വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ യഹ്റുമുൽ ബൈഉ ഹീനഇദിൻ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്ന് പറഞ്ഞ ആ സന്ദർഭത്തിൽ പിന്നെ ബൈഅ ഹറാമാ. വഖാല തൗൻ തഹ്റുമു സ്വനാഅതു കുല്ലുഹാ, എല്ലാ ജോലികളും ഹറാമാണ് ജുമുഅ നിർബന്ധമായ ആളെ സംബന്ധിച്ചിടത്തോളം. ജുമുഅക്ക് പോകാതെ ജുമുഅ നിർബന്ധമായ ആളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജോലികളൊക്കെ ഹറാമാണ്. അവർ ചെയ്യേണ്ടത് ജുമുഅക്ക് പോവുക, ജുമുഅയിൽ അവിടെ ചെന്ന് ഖുത്ബ കേൾക്കുക, നിസ്കാരത്തിൽ പങ്കെടുക്കുക, കാര്യങ്ങളാണ് ജോലികൾ. എന്ന് പറയുമ്പോൾ മാധുര്യങ്ങൾ വേറുണ്ട്, അതിൻ്റെ കൂടെ മറക്കണ്ട. ഇപ്പോൾ ഒരാൾ രോഗിയുണ്ട്, രോഗിനെ അദ്ദേഹം തന്നെ ശുശ്രൂഷിക്കേണ്ടതുണ്ട്, അദ്ദേഹം തന്നെ അവിടെ നിൽക്കേണ്ടതുണ്ട്. ജുമുഅയാണ്, അവിടെ ഉദറ് വരും. ഇസ്ലാം അങ്ങനെ തളിയൊക്കെ ചെയ്യുന്നതല്ലല്ലോ. യസ്സിറു ലാ തുഅസ്സിറു വഖാല തഹ്റുമു സിനാഅതു കുല്ലുഹാ. വഖാല ഇബ്രാഹിം ബിൻ സഅദ് അൻ സുഹരി ഇദാ അദ്ദന അൽ മുഅദ്ദിനു യൗമൽ ജുമുഅത്തി വ മുസാഫിറുൻ ഫഅലൈഹി യഷ്ഹദ്. ഇവിടെ ഇമാം സുഹരി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഈ റിവായത്ത്.
യാത്ര ചെയ്യുമ്പോൾ ബാങ്ക് വിളിച്ചാൽ, ജുമാൻ്റെ ബാങ്ക് വിളിച്ചാൽ ഫല്യഷ്ഹദ് എന്ന്, ജുമയിൽ പങ്കെടുക്കണമെന്ന്. എന്നാൽ ഇമാം സുഹരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് തന്നെ ലാ ജുമാഅത്ത അല മുസാഫിർ എന്നും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുസാഫിറിന് അൽ ഇത്ലാഖ് ജുമ നിർബന്ധമാണ് എന്നൊന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് അദ്നൽ മൗദിന് യോമൽ ജുമാഅത്തി വഹു മുസാഫിറുൻ ഫഅലൈഹി യഷ്ഹദ്. ഓ യാത്ര പോകുമ്പോൾ ജുമാൻ്റെ ബാങ്ക് കേട്ടാൽ ആ ജുമയിൽ പങ്കെടുക്കണം. കാരണം ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമാഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാ എന്ന് പറഞ്ഞല്ലോ. അല്ലാതെ എല്ലാ മുസാഫിറിനും ജുമ നിർബന്ധമാണ് എന്നല്ല. യാത്രക്കിടെ മുസാഫിർ ജുമയുടെ ബാങ്ക് കേട്ടാൽ ഫഅലൈഹി യഷ്ഹദ്, ആ ജുമയിലെ പങ്കെടുക്കണം എന്നായിരിക്കാം ഇമാം സുഹരിയുടെ അഭിപ്രായം. കാരണം നേരത്തെ പറഞ്ഞ പോലെ സുഹരി ഇമാമിനെ സംബന്ധിച്ച് തന്നെ ലാ ജുമാഅത്ത അലാ മുസാഫിർ എന്നുണ്ട്. حدثنا علي بن عبد الله قال حدثنا الوليد بن مسلم قال حدثنا يزيد بن أبي مريم قال حدثنا أباية بن رفاعة قال أدركني أبو عبس وأنا أذهب إلى الجمعة فقال سمعت النبي صلى الله عليه وسلم يقول أبو ജുമാക്ക് ഞാൻ നടന്നു പോകുമ്പോൾ അബു അബ്സ് എന്നവൻ എന്നെ കണ്ടു എന്ന് അബായത്ത് ബിൻ റിഫാഅ. ഫഖാല സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബു അബ്സ് എന്നവർ പറഞ്ഞു സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൻ അബറത്ത് ഖദമാഹു ഫീ സബീലില്ലാഹി ഹറമഹു അല്ലാഹു അലന്നാർ. അപ്പോൾ ഇവിടെ രണ്ട് കാലും ഫീ സബീലില്ല ഉബാറ് പറഞ്ഞാൽ ഹറമഹു അല്ലാഹു അലന്നാർ, അവൻ അള്ളാഹു നരകത്തിന് ഹറാമാക്കും. ഫീ സബീലില്ല എന്നുള്ള ജുമാക്കും ബാധകമാണ് എന്ന് വെക്കുകയാണ് ഇവിടെ. حدثنا آدم قال حدثنا ابن أبي ذئب قال الزهري عن سعيد وأبي سلمة عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم تحويل മറ്റൊരു സനദും കൂടെ കൊണ്ടുവരികയാണ്. وحدثنا أبو اليمان حدثنا أبو اليمان قال أخبرنا شعيب عن الزهري. ഇമാം ബുഖാരി എന്നവരാ പറഞ്ഞത് حدثنا أبو اليمان قال أخبرنا شعيب عن الزهري قال أخبرني أبو سلمة بن عبد الرحمن അന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻഹും ജമീഅ ഖാല. അപ്പോൾ രണ്ട് ഹദീസും രണ്ട് സനദിലൂടെ അബൂ ഹുറൈറ എന്നവരിൽ നിന്ന്, രണ്ടും അബൂ സലമ എന്നവർ തന്നെ. പിന്നീട് സഈദ് എന്നവർ വരുന്നു. ഇവിടെ സുഹരി എന്നവർ നേരിട്ട്. സുഹരി എന്നവരിൽ നിന്ന് ഇബ്നു അബീ ദീബാണ് ഒരു സനദിൽ, മറ്റേതിൽ ഷുഐബ് എന്നവരാണ്. ഇമാം ബുഖാരി തങ്ങളുടെ ഷേഖ് ആദം എന്നവരാണ് ഒരു സനദിൽ, മറ്റൊന്ന് അബുൽ യമാൻ എന്നവരാണ്. قال سمعت رسول الله صلى الله عليه وسلم يقول إذا أقيمت الصلاة فلا تؤتوها تسعون وأتوها تمشون عليكم السكينة فما أدركتم فصلوا وما فاتكم فاتموا. ഈ ഹദീസ് ഇവിടെ എന്തിനാണ് കൊണ്ടുവന്നത്? നടന്നാണ് പോകേണ്ടത്, ജുമയൊക്കെ നടന്നു പോകുന്നതിലാണല്ലോ ബാബ്. അപ്പോൾ ഫസ്അഉ ഇലാ ദിക്രില്ലാ എന്ന് ഖുർആൻ പറഞ്ഞത് ഈ ഹദീസിനെതിരല്ല. അവിടെ വേഗം പള്ളിക്ക് പോകണം, ജുമയിലേക്ക് പോകണം, ഖുത്ബ കേൾക്കാൻ വേണ്ടി വേഗം പോകണം എന്നേ പറഞ്ഞതിനർത്ഥമുള്ളൂ, ഓടണം എന്നർത്ഥമല്ല എന്നറിയിക്കാനാണ് ഈ ഹദീസ് ഇവിടെ പറഞ്ഞത്. حدثنا عمرو بن علي قال حدثني أبو قتيبة قال حدثنا علي بن المبارك عن يحيى بن أبي كثير عن عبد الله بن أبي قتادة قال أبو عبد الله لا أعلمه إلا نبي. قال أبو عبد الله എന്ന് ചില റിവായത്ത് ചില നുസ്ഖകളിലേ ഉണ്ടാവുള്ളൂ. ലാ അഅലമുഹു ഇല്ലാ നബി എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്നവർ ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് വാപ്പയിൽ നിന്നാണ്, അബൂ ഖതാദ എന്നവരിൽ നിന്നാണ്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തഖൂമു ഹത്താ തറൂനി വഅലൈക്കും അസ്സക്കീന. നിസ്കാരത്തിന് നിങ്ങൾ എണീക്കേണ്ടത് എന്നെ കാണുമ്പോഴാണ്, ഇമാമിനെ കാണുമ്പോഴാണ് മഅ്മൂം എണീക്കേണ്ടത്, ഇഖാമത്തിന് ശേഷമാണ് മഅ്മൂം എണീക്കേണ്ടത്, അതാണല്ലോ സുന്നത്ത്. വഅലൈക്കും സക്കീന, സക്കീനത്തോടു കൂടിയാണ് നിസ്കാരത്തിന് നിൽക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.